ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പിസ്ത സെല്ല് ഉപയോഗിച്ചിട്ട് ടൂലിപ്പ് ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അത് ഞാനിവിടെ 6 ഇഞ്ച് ഹൈറ്റിലൊരു വുഡൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 പിസ്ത സെല്ലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ചെയ്ത പോലെ ആദ്യം 2 പിസ്ത സെല്ല് എടുത്തിട്ട് ആ വുഡ് സ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത 2 എടുത്തിട്ട് നമ്മൾ ആദ്യം ഒട്ടിച്ചതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ രണ്ടും എതിർവശത്തായിട്ട് 2 സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ കിട്ടും. അതുപോലെ ഞാൻ 2, 3, 4 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. റെഡ് കളറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് സ്റ്റിക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ കളർ ഒന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ഞാനൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് വേണ്ടത്. 2 ലീഫ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മടക്കി കൊടുത്തതുപോലെ നീളത്തിൽ സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വീതിയിലും സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ലീഫിൻ്റെ ആകൃതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡബിൾ 2 ലീഫ് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ടൂലിപ്പ് ഫ്ലവറിൻ്റെ സ്റ്റിക്കുമ്പോൾ 2 സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു ഫ്ലവർ വൈസ് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ വൈസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു കാലിയായിട്ടുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിവിടെ യെല്ലോ കളർ അടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ലെയർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ലെയർ അടിച്ച് ഡ്രൈ ആക്കി എടുത്ത ഫ്ലവർ വൈസ് ആണിത്. ഇനി നമുക്കൊന്ന് സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ജൂട്ടിൻ്റെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ത്രെഡ് നമ്മൾ കളർ ചെയ്തെടുത്ത അക്രിലിക് ബോട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഇപ്പോൾ ചുറ്റി കൊടുക്കുന്നത് പോലെ 2-3 ലെയർ ഒന്ന് ചുറ്റി കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഞാൻ അതിൻ്റെ ബാലൻസ് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞു ബോ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ബോ ഞാൻ ആ ബോട്ടിൻ്റെ സെൻറ്ററിലും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ഒന്നും കൂടി ഒന്ന് ഭംഗിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളുടെ ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടൂലിപ്പ് ഫ്ലവേഴ്സ് ഈ ബോട്ടിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഭംഗിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയി കിട്ടും. നമുക്ക് ഡെക്കോറായിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.